ചേച്ചി എങ്ങനെയുണ്ടായിരുന്നു? സീരിയസ്ലി ഞാൻ ഓക്കെ അല്ല, ഞാൻ മൈൻഡ് ഔട്ട് ആണ്. എന്നാലും പറഞ്ഞു എങ്ങനെയുണ്ടായിരുന്നു ബിഗ് ബോസിലൊരു യാത്ര? കുഴപ്പമില്ലായിരുന്നു, എനിക്ക് ഹെൽത്ത് ഓക്കെ അല്ലടാ. ഞാൻ എല്ലാവരോടും പറയാം, സംസാരിക്കാം, വയ്യ, അതുകൊണ്ടാണ്. എങ്ങനെയുണ്ടായി ബിഗ് ബോസ് കയറിയ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഞാൻ ട്രോമയിലൊക്കെ ആയിപ്പോയി, സൂചേട്ടൻ മരിച്ചതിൻ്റെ ട്രോമയിലേക്ക്. എനിക്കിപ്പം ഹെൽത്ത് ഓക്കെ അല്ല. പുറത്ത് എനിക്കിപ്പോഴും ആ ഇതായിട്ടില്ല, ഓക്കെ ആയിട്ടില്ല. ഞാൻ ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്കാണോ? ആ, പോണം. അല്ല, ഇവിടെ ഒരു 5 മിനിറ്റ് മതി. വയ്യടാ, ഒരു 5 മിനിറ്റ് മതി. നമ്മൾ ഇത്ര നേരം വന്നതല്ലേ. രേണു ചേച്ചി, ഇപ്പോൾ നമ്മൾ പോയ പോലെ രേണു ചേച്ചിക്ക് ആകെപ്പാടൊരു മാറ്റമാണ് മൊത്തത്തിൽ. എന്തോന്നു അവസ്ഥയെ പറ്റിയിട്ട്? അതാ പറഞ്ഞ, ഞാൻ ഓക്കെ ആയിട്ടില്ല. 2-3 ദിവസം എടുക്കുമായിരിക്കും എന്തായാലും. അവിടെ നിന്ന് ഇറങ്ങിയല്ലേ ഉള്ളൂ, ഓക്കെ ആയിട്ടില്ല. ഞാൻ ശരിക്കും ഓക്കെ ആയിട്ടില്ല. ഹെൽത്ത് ഇഷ്യൂസും ഉണ്ട്. ചേച്ചിക്ക് ഇതിൽ ഒരുപാട് അനുഭവങ്ങളാണ് ഏറ്റവും കൂടുതൽ പ്രതികരിച്ചത്. അപ്പോൾ കൂടെ നിന്നൊരാളെ തന്നെ ഇങ്ങനെ പ്രതികരിക്കുമ്പോൾ എന്താ തോന്നിയത്? പിന്നീട് സംസാരിക്കാടാ, വയ്യ. അനുഭവങ്ങളെ കുറിച്ചിട്ടൊക്കെ എന്താ സംസാരിക്കാനുള്ളത്? അത് ചേച്ചി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ വൈറലായിട്ട് ഇപ്പോൾ ബിഗ് ബോസിൽ കയറി കഴിയുമ്പോൾ ഭയങ്കര ജാടയായിട്ട് തോന്നുന്നു. ഒരു ജാടയില്ലടാ, വയ്യാതല്ലേ ഇറങ്ങിയത്. ചേച്ചിനെ പറ്റിയൊക്കെ ഭയങ്കര ഹൈജീനിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പേനൊക്കെ ഉണ്ടെന്ന് പിന്നീട് സംസാരിക്കാം. നിങ്ങൾ കണ്ടിട്ടൊന്നും കാണുന്നില്ലല്ലോ, പിന്നീട് നിങ്ങൾ നോക്കിയിട്ടൊന്നും കാണുന്നില്ലല്ലോ. അവരുടെ ഗെയിം ആയിരിക്കാം, എന്തുവാ സംസാരിക്കാത്തതിന്റെ കാര്യം വയ്യടാ. അല്ല, ഒരു 5 മിനിറ്റ് നിൽക്കാൻ പറ്റില്ലേ? അത്ര വയ്യാതെയാ? അത് നമുക്ക് അതുകൊണ്ടല്ലേ ഞാൻ വന്നത്, അവിടുന്ന് വന്നത് അതുകൊണ്ടല്ലേ. അല്ല, നമുക്ക് അവിടെ മൈൻഡ് ഓക്കെ അല്ല. ഇരുന്നാലും സംസാരിക്കാമെന്ന് എനിക്ക് തോന്നുന്നില്ല. മൈൻഡ് ഓക്കെ അല്ലടാ. ഞാൻ നിങ്ങളോട് എന്തായാലും ഞാൻ സംസാരിക്കുന്ന അറിയാലോ. അല്ല, ഇപ്പം സംസാരിക്കാൻ നമുക്ക് പോയായിരുന്നു. നമുക്ക് ഇനി വീട്ടിൽ വരണ്ടേ, ചങ്ങനാശ്ശേരി വരണ്ട. അതുകൊണ്ടായിരിക്കും ഓക്കെ അല്ലടാ, ഞാൻ സംസാരിക്കാം. ചേച്ചി ആദ്യം കയറിയപ്പോൾ ഭയങ്കര ഫയറാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എന്താ പറ്റി? കെട്ടുപോയത് എന്താ പറ്റി? ശരിക്കും ചേച്ചിക്ക് പറ്റിയ ഷോ അല്ലേ ഇത്? ഞാൻ നിന്നല്ലോ, നിൽക്കുന്നിടത്തോളം നിന്നല്ലോ. രേണു ചേച്ചിനെ സംബന്ധിച്ച് രേണു ചേച്ചി ഇപ്പോൾ പോകണ്ടെന്ന് തോന്നുന്നുണ്ടോ? ബിഗ് ബോസിൽ പോകണ്ടായിരുന്നു തോന്നുന്നുണ്ടോ? ഇപ്പോൾ എനിക്ക് നെഗറ്റീവ് പറഞ്ഞവരോട് ഒരു മറുപടിയായിട്ട് ഒരു ദിവസം ഇങ്ങനെ ലാലേട്ടൻ വിളിച്ച് കയറ്റണം, ആ വീട്ടിൽ ഒരു ദിവസം നിൽക്കണമെന്നുള്ള ഒരിതേ ഉള്ളായിരുന്നു. എന്തായാലും എന്നെ സംബന്ധിച്ച് 35 ദിവസം, 1 മാസം 5 ദിവസം ഞാൻ നിന്നു. അത് തന്നെയാണ് എല്ലാവർക്കും ഉള്ള മറുപടി. ഈ പുറത്ത് വന്ന ഇതിൽ പറയണത് ഏറ്റവും വലിയ വേസ്റ്റ് കണ്ടന്റ് ചേച്ചിയാന്ന് പറയുന്നുണ്ട്. എനിക്കറിയത്തില്ല, എനിക്ക് മൈൻഡ് ഓക്കെ അല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നവരൊക്കെ അടുത്ത് എന്താ പറയാനുള്ളത്? അത് അവരുടെ അഭിപ്രായം അല്ലേടാ, പറയട്ടെ. ഈ ഔട്ടായി വന്ന എല്ലാവരും പറഞ്ഞത് ബിഗ് ബോസിനെ പറ്റിയ ഒരു കണ്ടസ്റ്റന്റ് എല്ലാവരും പറയട്ടെ, അവർ പറയട്ടെ, അത് അവരുടെ അഭിപ്രായം. ഒരാളുടെ അവസരം സാരമില്ല, അത് അവരുടെ അഭിപ്രായം. ഒരുപാട് എന്താ പറയുക, അഭിപ്രായങ്ങളുണ്ടല്ലോ, പലർക്കും ഓരോ അഭിപ്രായങ്ങളുണ്ടല്ലോ. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ അവിടെ കയറി അത്ര ദിവസം എനിക്ക് മൈൻഡ് ഓക്കെ അല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ നേരിട്ടാണ് പറഞ്ഞത്, മൈൻഡ് ഓക്കെ അല്ല, പോകണമെന്ന് പറഞ്ഞു, ഞാൻ പോന്നു. അങ്ങനെ ഇതിന് മുന്നേ കണ്ടസ്റ്റൻസ് ഉണ്ടല്ലോ, സുഖമില്ലാതെയും ഇടയ്ക്കൊന്ന് പോയവരൊക്കെ ഉണ്ടല്ലോ. അതുപോലെ എനിക്ക് മൈൻഡ് ഓക്കെ അല്ലായിരുന്നു, ഞാൻ പോകുന്നു. ഇപ്പോഴും എനിക്ക് ഒരു ഇത് വന്നിട്ടില്ല, ഇവിടെ നിന്ന് ഇറങ്ങിയതിൻ്റെ ഒരു ഇത് വന്നിട്ടില്ല, നോർമലായിട്ടില്ല. ഈ ചേച്ചി ഫസ്റ്റ് പോയപ്പോൾ തന്നെ ആദ്യം തന്നെ 2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ചേച്ചിയെ ടാർഗറ്റ് ആയിരുന്നു എല്ലാവരും ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം അനുമോളാണെങ്കിലും കൂടെ നിന്നൊരാൾ ബാക്കിൽ നിന്ന് കുത്തിയപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം എനിക്ക് പറയാൻ പറ്റത്തില്ലടാ, എനിക്ക് ആ ഒരു ഇതായിട്ടില്ല. ഞാൻ 2 ദിവസം എടുക്കും എന്തായാലും. ഈ തോന്നൽ എപ്പോഴൊന്നും ഫസ്റ്റ് വീക്കുണ്ടായിരുന്നു ഈ പുറത്തേക്ക് പോകണമെന്നൊരു ചിന്ത? അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ സുധിച്ചേട്ടൻ മരിച്ചതിൻ്റെ ആ ട്രോമയിൽ. കാരണം വേറൊന്നുമല്ല, ഏട്ടൻ മരിച്ച സമയത്ത് എനിക്കങ്ങനെ ഒരു ട്രോമ വന്നപ്പോൾ എനിക്ക് യാത്രകളും എൻ്റെ മക്കളും എൻ്റെ കുടുംബവും എല്ലാവരും അടുത്തുണ്ടായിരുന്നു, ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഒരകലത്തിൽ എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു ഇതിൽ വന്നപ്പോഴത്തേന് ആ ഒരു ആരും ഇല്ലാതായപ്പോഴത്തേന്, അതായത് എല്ലാവരുമായിട്ടുള്ള ബന്ധം പോയപ്പോഴത്തേന് ആ ട്രോമ വീണ്ടും വന്നു. അതാണ് എനിക്ക് പറ്റിപ്പോയത്. ഞാനത് പറഞ്ഞിട്ടുമുണ്ട്, ഇതാണ് എനിക്ക് പറ്റിപ്പോയ കാരണം. ബിഗ് ബോസ് കേരളത്തിൽ മുന്നേ ഇതൊക്കെ ആലോചിക്കണ്ടായിരുന്നു? എന്നെ വിളിച്ചു, ഞാൻ പോയി. അല്ല, അങ്ങനെ ആലോചിക്കണ്ടായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ലേ. അപ്പോൾ അത് വെറുതെ ഇങ്ങനെ കൊണ്ട് കളഞ്ഞല്ലോ. ഞാൻ 1 മാസം നിന്നു. അല്ല, എന്നാലും 1 മാസം നിൽക്കാന്ന് പറയുന്നത് ഒരുപാട് പേര് ഓട്ടോ കൊണ്ടല്ലേ നിൽക്കുന്നു. ഇല്ലില്ല, അതേ കയറുന്നു വരുക. ഉണ്ട്. ശരി, ഞാൻ വരുവാ. ശരി, ഒരുപാട് പേരെ
പുറത്തുള്ള കമന്റ് എന്ന് വെച്ചാലേ ഒരുപാട് പേര് വോട്ടുണ്ടല്ലേ ഇപ്പൊ ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ലേ ബിഗ് ബോസ്. അപ്പൊ രേണു ചേച്ചി പോയിട്ട് ഇങ്ങനെ പോയിട്ട് ഞാൻ എൻ്റെ അപ്പം പല കണ്ടസ്റ്റൻസും പോയിട്ട് അവരുടെ ഹെൽത്ത് ഓക്കെ അല്ല എന്ന് പറഞ്ഞ് വന്നവരും അങ്ങനെ തന്നെയാണ്. അപ്പം നമ്മൾ പോയത് നമ്മൾ ചെയ്ത് 1 മാസം നിന്നു. എനിക്ക് ആ 1 മാസമേ പറ്റത്തുള്ളായിരുന്നു. എനിക്ക് ഹെൽത്ത് ഓക്കെ അല്ലായിരുന്നു. മെൻ്റലി ഞാൻ ഹെൽത്ത് ഒട്ടും പറ്റത്തില്ലാത്തതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. അതും എന്നെ ഞാൻ പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ പോകുന്നത്. എനിക്ക് ഓക്കെ അല്ലായിരുന്നു. സോ എനിക്കിപ്പോൾ അങ്ങനെ പറയാൻ പറ്റൂല. അതാണ് വിഷയം. പറയാം ഞാൻ നിങ്ങളുടെ അടുത്ത് തന്നെ. ചേച്ചിനെ സംബന്ധിച്ച് ബിഗ് ബോസിൽ ആര് വിന്നറാവെന്ന് പറയണേ? എന്തോ വിന്നറാവുന്നു? അനീഷ്. അതെന്തുകൊണ്ടാ? നല്ല ഗെയിമറാണ് അവൻ. ആര് ഇപ്പൊ പുറത്തു പോകണമെന്ന് ആഗ്രഹിക്കുന്നത്? ആഗ്രഹിക്കുന്നൊന്നുമില്ല ഞാൻ. എടാ എവിടെ വണ്ടി എവിടെയാ? എനിക്കറിയത്തില്ല. ഞാൻ അനീഷ് നല്ല ബിഗ് ബോസിൽ ആരെ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് എന്ന് പറയാൻ? ആരുമില്ല. എല്ലാവരോടും ഭയങ്കര സുഹൃത്തായിരുന്നു. അങ്ങനൊന്നുമില്ല, എല്ലാവരും നല്ല ആൾക്കാരാണ്. പിന്നെ അനീഷ് നല്ലൊരു ഗെയിമറാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെനിക്കറിയില്ല. അനീഷ് നല്ലൊരു ഗെയിമറാണ്. മേ ബി അവൻ കപ്പടിക്കുമായിരിക്കും. ഈ രേണു ചേച്ചിനെ സംബന്ധിച്ച് രേണു ചേച്ചിയുടെ ഈ വളർച്ച മറ്റുള്ളവർ അസൂയായതുകൊണ്ടാണോ ഇങ്ങനെ നോക്കിക്കൊണ്ടിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത്? അല്ലടാ, എനിക്ക് വയ്യാത്തതുകൊണ്ടാടാ. ഞാൻ ഇവിടെ ഇറങ്ങിയതല്ലേ ഉള്ളൂ. ഇന്നല്ലേ ഇറങ്ങിയത്. അതിന്റെ ആ ഒരു ഞാൻ നേരത്തെ ആഹാരം പോലും കഴിച്ചില്ല. എനിക്ക് ഓക്കെ അല്ല. ഞാൻ അവിടെ ആഹാരം ഉണ്ടായിരുന്നു, നന്നായിട്ട് ആഹാരം ഉണ്ടായിരുന്നു. അല്ലെന്നറിയാലോ നിങ്ങൾക്ക്. പിന്നെന്താ, അതൊക്കെ ഗെയിമാണോ? അനുമോള് മനഃപൂർവ്വം ചെയ്താണോ അതൊക്കെ? അപ്പൊ ചേച്ചിക്ക് ഇപ്പൊ ബിഗ് ബോസ് വന്ന് കഴിഞ്ഞ പിന്നെ ഒരു ചെറിയൊരു ഒന്നുമില്ലടാ, വയ്യാത്തോണ്ട് 2 ദിവസം കഴിയുമ്പോ ഞാൻ പഴയ ആളാവുമല്ലോ. ഉറപ്പായിട്ടും വീട്ടിലേക്ക് വരാം. ഉറപ്പായിട്ടും കാണാം. വയ്യടാ.